സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചുവെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. 51 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട്. നിലവിൽ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ജനക്ഷേമ പദ്ധതികളിൽ ഏറ്റവും ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വർധനവ് തന്നെയാണ്. പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. UDF സർക്കാരിനെ വൻ വിജയത്തിലേക്ക് നയിച്ചത് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ പ്രഖ്യാപനത്തെ തുടർന്നാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉടൻ തന്നെ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുന്നതിന് പകരം 1000 രൂപ വീതം വർദ്ധിപ്പിച്ച് 3000 രൂപ അടിസ്ഥാന പെൻഷൻ ഇനത്തിൽ വർദ്ധിപ്പിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രിസഭയിൽ സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. നടപടികളുടെ ആദ്യഘട്ടമെന്നോണം പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനാണ് സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെ ഗുണഭോക്താക്കൾ വീണ്ടും നടത്തേണ്ടി വരും. ഇതിനുള്ള തീയതികൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിൽ പോലും ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കളിൽ 2.5 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിന്റെ ഭാഗമായി ഏറ്റവും അർഹരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ജൂലൈ മാസം മുതൽ വിതരണം ആരംഭിക്കുക. ഇതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഭൗതിക സാഹചര്യ പരിശോധനകളുടെ ഭാഗമായി ഗുണഭോക്താക്കളുടെ വീടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പെൻഷൻ ഗുണഭോക്താവിന്റെ മരണശേഷം ആശ്രിതർ പെൻഷൻ തുക അനർഹമായി തട്ടിയെടുക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാർഷിക മസ്റ്ററിംഗ് കൂടുതൽ കർശനമാക്കും. പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വാർഷിക മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മസ്റ്ററിംഗ് നടത്തുന്നതിലൂടെ വലിയൊരു വിഭാഗം അനർഹർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും. ബയോമെട്രിക് അപ്ഡേഷനുള്ള തീയതികൾ ഓഗസ്റ്റ് മാസത്തോടുകൂടി തന്നെ പുറത്തുവരും. മറ്റൊരു പ്രധാന അറിയിപ്പ്, സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ, അതായത് വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർ, അങ്ങനെയുള്ളവർ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വാർഡ് മെമ്പർ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കളാണ് ലിങ്ക് ചെയ്യേണ്ടത്. പെൻഷൻ ഗുണഭോക്താവിന്റെ ആക്റ്റീവായ മൊബൈൽ നമ്പർ പഞ്ചായത്തിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ പക്കൽ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഏൽപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തുകൾ പ്രത്യേകം തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അറിയിപ്പുകൾ ലഭിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിട്ടില്ല. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം, മസ്റ്ററിംഗ് തുടങ്ങിയവയ്ക്കുള്ള തീയതികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.